എവരിവൺ. എൻ്റെ ഒരു 4 മാസം പഴക്കമുള്ള ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 4 മാസത്തെ പഴക്കം, അപ്പോൾ ഇത്രയും കാലം നീ ഈ വീഡിയോ എവിടെ കൊണ്ടുപോയി വെച്ചതാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വ്ലോഗിൽ ഞാൻ എന്തെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ Q&Aൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന ഒരു പാർട്ട് ഇതിലുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഇതിലോട്ടേക്ക് മാറ്റി ഇടുന്നുണ്ട്. പിന്നെ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇതിൽ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ പാക്ക് പൊട്ടിക്കാൻ പോകുന്ന സാധനത്തിന് ഒരു വലിയ സ്റ്റോറി ഉണ്ട്. വലിയ സ്റ്റോറി ഒന്നുമല്ല, ഒരു സ്റ്റോറി ഉണ്ട്. എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കളർ സെറ്റാണ്. അതായത് നമ്മളെ സ്കെച്ച് മാർക്കറെല്ലാം പോലത്തെ ഒരു കളർ സെറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ വീഡിയോക്ക് ഒരു 4 മാസത്തെ പഴക്കമുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം ഞാൻ ഈ ഓപ്പൺ ചെയ്യാൻ പോകുന്ന സാധനത്തിന് അതിനേക്കാൾ പഴക്കമുണ്ട്. ഞാനിങ്ങനെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് കളറിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഈ കളർ സെറ്റ്. ഞാൻ മീഷോന്നായിരുന്നു ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിരുന്നത്. ഏകദേശം ഒരു 300 സംതിങ് അങ്ങനെയാണ് റേറ്റ് വന്നത്. അങ്ങനെ ഈ പ്രൊഡക്റ്റ് വന്ന് സാധാരണ എല്ലാവരും ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ അത് പൊട്ടിച്ചിട്ട് സാധനം എങ്ങനെ ഉണ്ട് എന്ന് നോക്കും. കാരണം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ ഇങ്ങനെ ഓപ്പണിങ് ചെയ്ത് നോക്കാൻ എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ ഞാൻ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. ഈ പ്രൊഡക്റ്റ് വന്നിട്ട് ഞാനിത് അൺബോക്സ് ചെയ്തില്ല. ഞാനൊരു ഏകദേശം 3 വീക്സ് കഴിഞ്ഞ് ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ, ഈ വീഡിയോ എടുക്കുന്നില്ല ആ സമയത്താണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അത് ഇത്ര ലേറ്റ് ആകാൻ കാരണം ഞാൻ അതുവരെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാത്ത നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വ്ളോഗിങ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ വ്ളോഗ് എടുക്കുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഓപ്പണിങ് ചെയ്യുന്നത് ഞാൻ തന്നാലെ നീട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് നല്ലൊരു അസല് മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സിന് വേണ്ടിയിട്ടാണ് ഓർഡർ കൊടുത്തത്. ലൈറ്റ് പിങ്ക്, ലൈറ്റ് യെല്ലോ, ലൈറ്റ് ബ്ലൂ ഇങ്ങനെയുള്ള കളറായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിലൊരൊറ്റ പിങ്ക് പോലും ഉണ്ടായിരുന്നില്ല ലൈറ്റ് കളറായിട്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ ഒരു കളർ പോലും സെയിം ആയിട്ട് വന്നിട്ടില്ല. എല്ലാം ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും, അതും കുറേ ഒന്നും എനിക്ക് വേണ്ടാത്ത പല കളറുമാണ് അതിലുള്ളത്. ഇപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലായില്ലേ, അതായത് ഈ പ്രൊഡക്റ്റിന് റിട്ടേൺ അയക്കാനും പറ്റില്ല. കാരണം ഏകദേശം 3 വീക്സ് കഴിഞ്ഞല്ലോ, റിട്ടേൺ അയക്കുന്ന ടൈമും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 4 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ കളർ എൻ്റെ കയ്യിൽ അതേപോലെ തന്നെയുണ്ട്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ടേബിൾ മേൽ ഇങ്ങനെ കാണുന്ന സമയത്ത് വെറുതെ എടുത്തൊന്നും തലോടി കൊടുക്കും. അതിൽ ബ്ലാക്ക് തീർന്നു കേട്ടോ, ബാക്കിയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ബ്ലാക്ക് ഞാൻ ഇതിന് മുമ്പ് സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. ഒരു 3 പിക്ചർ ചെയ്തു, അപ്പോഴത്തേക്ക് ബ്ലാക്ക് ഫെയ്ഡായി തുടങ്ങി. ഇപ്പം ഞാൻ ഈ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്യുന്നത് നമുക്കൊരു ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഞാനൊരു ജേർണൽ ബുക്ക് വാങ്ങിയിട്ടുണ്ട്, ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട്. ഇപ്പോഴല്ല കേട്ടോ ഗൈസ്, 4 മാസം മുൻപ്. അതിൽ ഞാൻ ഈ ഒരു ജേർണൽ ചെയ്ത ശേഷം പിന്നെ ആ ബുക്ക് ഞാൻ തൊട്ടിട്ടേ ഇല്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പേപ്പേഴ്സ് ഇല്ലേ, ഇതെല്ലാം കൂടി ഞാൻ ഒരു ദിവസം ടൗണിൽ പോയിട്ട് എനിക്ക് ജേർണലിംഗ് ചെയ്യണമെന്നും പറഞ്ഞ് ഡയറി വാങ്ങിച്ചു. ഡയറി അല്ല, ജേർണൽ ബുക്ക് വാങ്ങിച്ചു. ഒരു 3-4 ഷോപ്പിൽ കയറിയിട്ടാണ് എനിക്ക് ആ ജേർണൽ ബുക്ക് കിട്ടുന്നത്. അങ്ങനെ മറ്റേ കളർ അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്. പിന്നെ ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പേപ്പേഴ്സ് ഇല്ലേ, ഇതെല്ലാം ഞാൻ ഒരു സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു 100 റുപ്പീസിന് ഞാൻ പ്രിൻ്റ് എടുത്തു. A4 സൈസ് ഷീറ്റിൽ ഏകദേശം ഒരു 10 ഷീറ്റോളം ഞാൻ പ്രിൻ്റ് എടുത്തു. ഒരു ഷീറ്റിന് 10 രൂപയായിരുന്നു തോന്നുന്നു. പക്ഷെ ആ ഷീറ്റുകളൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല ഗൈസ്. ആ ഒരു ജേർണൽ കഴിഞ്ഞ ശേഷം ഞാൻ അതവർക്ക് എവിടെയോ കൊണ്ടുപോയി വെച്ചു. ഇപ്പം അതിനൊന്നും കാണുന്നില്ല. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ 2 ഷീറ്റിൽ മൈലാഞ്ചി എല്ലാം ഇങ്ങനെ സ്പ്രെഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതോ നോട്ട്ബുക്കിലാന്ന് തോന്നി ഇത് വെച്ചിരുന്നത്. അങ്ങനെ മൈലാഞ്ചി എങ്ങനെ ആയി എന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല, എങ്ങനെയോ അവിടെ ആയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ജേർണലിനോട് ഇൻട്രസ്റ്റ് എല്ലാം പോയി നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ബാക്കി പേപ്പേഴ്സൊന്നും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതും ഇല്ല. സത്യത്തിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ ഞാനൊരു എസ്തെറ്റിക് എഫക്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ കട്ടിംഗ് ബോർഡ് കണ്ടോ നിങ്ങൾ? ഈ ബോർഡിന് ഒരുപാട് പഴക്കമുണ്ട്. ഞാൻ എന്നോ എടുത്തു വെച്ചതായിരുന്നു. എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ആവുകയാണെങ്കിൽ അന്ന് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതിനൊക്കെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നതായിരുന്നു. മാക്സിമം എസ്തെറ്റിക് ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്കിങ്ങനെ മനസ്സിലാവില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് ഓർമ്മ വരുന്നത്, ഞാൻ ഇതിന് മുൻപ് ചാനൽ തുടങ്ങിയ അതായത് ചാനൽ തുടങ്ങി ഒരു 1 മന്ത് ഒക്കെ ആകുന്നതിന് മുൻപായിട്ട്
ഇതുപോലെ ഒരു വ്ളോഗ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ വീഡിയോ നോക്കിയാൽ കാണില്ല, ഞാനത് ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വ്ളോഗിൽ ഞാൻ ഇതേപോലെ ഒരു 2-3 മിനിറ്റ് എങ്ങനെയുള്ളൊരു വ്ളോഗായിരുന്നു. അപ്പം അതിൽ ഞാൻ കൊടുത്തിരുന്ന എൻ്റെ വോയിസ് ഓവറും ഇപ്പം ഞാൻ കൊടുക്കുന്ന എൻ്റെ വോയിസ് ഓവറുമാണ് ഞാൻ മാച്ച് ചെയ്ത് നോക്കുന്നത്. ഇതിലെനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമോ, എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും, നിങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അതുമാത്രമല്ല നല്ലോണം വിക്കിയായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഷോർട്സിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഇതേപോലത്തെ ലോങ് വീഡിയോസിന് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് വ്യക്തമായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ ആകെ ഒരു 1 മിനിറ്റ് വീഡിയോ ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൽ ഇത്ര ഡയലോഗ് വെച്ചിട്ട് ഇങ്ങനെ പറയാമെന്ന് എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയാൽ എനിക്ക് ഒക്കൂല. ഒരുപാട് പേപ്പറിൽ എഴുതി പോകേണ്ടി വരും ഞാൻ. അതൊക്കെ കൂടി നോക്കി വായിക്കാനോ അല്ലെങ്കിൽ ഓരോ മീറ്റർ കഴിയുമ്പോൾ അടുത്ത മീറ്റർ സംസാരിക്കാനോ എൻ്റെ വായിൽ വരാറുണ്ടായിരുന്നില്ല. അതിപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എത്ര സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടാലും നമുക്ക് ആദ്യത്തെ ഒരു 4-5 വീഡിയോസിൽ നല്ല മിസ്റ്റേക്സ് വരും. നമ്മൾ സംസാരിച്ച് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വ്ളോഗിൽ നിന്ന് എങ്ങോട്ടോ മാറിപ്പോയില്ലേ, നമുക്ക് തിരിച്ച് വ്ളോഗിലേക്ക് വരാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇത് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കുന്നവരെ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ എന്നെ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു പീസ് ഞാൻ കഴിച്ചു കേട്ടോ. ഇന്ന് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പല സാധനങ്ങളും എനിക്ക് ഇനി ഒരു വ്ളോഗിലേക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. എസ്തെറ്റിക് വീഡിയോ എടുക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ് നിങ്ങളിപ്പോൾ ഈ ടേബിൾമ കാണുന്ന ഈ ഒരു ഗ്ലാസ് ബോട്ടിലും അതേപോലെ ഈ ഒരു ടൈം പീസും. അതുമാത്രമല്ല ഈ ടേബിളും ഈ ജേണൽ ബുക്കും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് എസ്തെറ്റിക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയതാണ്. ഞാൻ ഇന്നിവിടെ ഒരു ഓറഞ്ച് തീമിലുള്ള ജേണലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി സ്ട്രോബെറീസ് വെച്ചിട്ട് ഒരു ജേണൽ ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ ഓറഞ്ച് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ട്രോബെറീസ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇഷ്ടം, ബിക്കോസ് ആ ഒരു റെഡിഷ് കളർ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെങ്കിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷോപ്പിലൊന്നും സ്ട്രോബെറീസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്ട്രോബെറീസ് എനിക്ക് ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ച സ്ട്രോബെറീസിനെല്ലാം ഒരു പുളിപ്പ് ടേസ്റ്റ് അധികമായിരിക്കും, അതുകൊണ്ടാണ് അത്ര ഇഷ്ടമല്ലാത്തത്. ഒരുപാട് ജേണൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതൊന്നും എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളത് എനിക്ക് ഇന്ന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജേണൽ ബുക്ക്, ജേണലിൽ ഇനിയും ഇങ്ങനെ ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കണമെന്ന്. പക്ഷേങ്കിൽ ഇതെല്ലാം ഞാൻ ഇനി തലക്കുന്ന ഒന്നും കൂടി പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. ഷോർട്സ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിടും, പക്ഷേങ്കിൽ ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് മടിയാണ്. എന്താണെന്നറിയോ, ഒന്നാമത് അത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അതേപോലെ തന്നെ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ അതിന് ഒരുപാട് നേരം ചിലവഴിക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. ഈ ഒരു വീഡിയോക്ക് 4 മാസത്തെ പഴക്കം വരാനുള്ള റീസൺ അത് തന്നെയാണ് കേട്ടോ, ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരേ ഒരു മടി. ഇപ്പോൾ ഈ ജേണൽ ബുക്കിൻ്റെ കണ്ടീഷൻ എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ഇതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്, ഈ ഒരു ജേണലിലെ പിക്ക് എടുത്തിട്ട്. എന്താണെന്ന് അറിയാം, ഞാനിപ്പോൾ ഇതിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്ന പല പീസസും ഇപ്പം അതിലില്ല, എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അതെൻ്റെ കെയർലെസ് കൊണ്ട് വന്നതാണ്. Q&A വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിലായിരുന്നല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ബുക്ക് എടുക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോയി. ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓറഞ്ച് തീമിൽ ഒരു ജേണലിങ് ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് ഈ ഓറഞ്ച് തീമിലുള്ള എല്ലാ സാധനവും ഞാൻ പ്രിൻ്റ് എടുത്തത്. ഓറഞ്ച് തീമിലുള്ള റെയിൻബോ വരുന്നുണ്ട്, ഓറഞ്ചിൻ്റെ പീസസ് വരുന്നുണ്ട്, അതേപോലെ ഓറഞ്ച് ഫ്ലവേഴ്സ് വരുന്നുണ്ട്, ടെഡ്ഡി വരുന്നുണ്ട്, അങ്ങനെ കുറേ പീസസ്. പിന്നെ ആ ടേബിളിലായി ഒരു ബോട്ടിലിൽ വെച്ചിരുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഓറഞ്ച് ജ്യൂസാണ്. നിങ്ങൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ അത് ഓറഞ്ചിൻ്റെ ജ്യൂസ് അല്ല ഗൈസ്, അത് ഞാൻ ഓറഞ്ചിൻ്റെ ടാങ്ക് കലക്കി വെച്ചതാണ്. ഫുള്ളൊരു എസ്തെറ്റിക് മയമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഓറഞ്ചിന് വേണ്ടിയിട്ടുള്ള സ്പെല്ലിംഗ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഹെഡിങ് ആയിട്ട്. ഈ ഗമ്മ് തീരെ ഒട്ടുന്നില്ല കേട്ടോ, അതാണ് മെയിൻ പ്രശ്നം. ഈ ഓറഞ്ചിൽ നിന്നുള്ള ഹെഡിങ് ഒക്കെ ഞാനൊരു 5-6 വട്ടം ഒട്ടിച്ചിട്ടുണ്ട് ഓരോ ലെറ്ററും. എന്നിട്ടെന്താ വീണ്ടും അതെൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പോരുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ എടുക്കാനും എനിക്ക് നല്ലൊരു ടൈം ചിലവായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെയാണ് നല്ലൊരു സൺലൈറ്റ് കിട്ടുന്നത്. അപ്പം നമ്മൾ ടേബിൾ വെക്കുമ്പോൾ നമ്മൾ ടേബിളിലെ മെയിൻ പാർട്ട് എവിടെയാണോ അവിടെ ആയിരിക്കണമല്ലോ നമുക്ക് സൺലൈറ്റ് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ സൺലൈറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ഈവനിങ് ഈ ഒരു 3 മണി 4 മണി ടൈം ആവണം. അപ്പോൾ ആ ടൈം വരെ ഞാൻ കാത്തിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോസിന് കുറച്ച് പഴക്കമുണ്ടെന്ന്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നല്ല മഴയെല്ലാം പെയ്യുന്ന സമയമാണ്. ഈവനിങ് ആകുന്ന സമയത്തേക്ക് നല്ലോണം മഴക്കാറാവും, മഴ പെയ്യും, സൺലൈറ്റ് എല്ലാം പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ സൺലൈറ്റും കാത്തിരിക്കും, ഇന്ന് സൺലൈറ്റ് വരുമോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അവസാനം ജേർണൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ, ഒട്ടിച്ച സാധനങ്ങളൊക്കെ കുറഞ്ഞു പോയോ, ഈ പേജെല്ലാം ചെറുതായിട്ടൊന്ന് ബ്ലാങ്ക് ആയി കിടക്കുന്ന പോലെ ഒരു തോന്നൽ. പിന്നെ അത് കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും മിസ്റ്റേക്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. മിസ്റ്റേക്കിലൂടെ തന്നെ ആണല്ലോ എല്ലാവരും പെർഫെക്റ്റിലേക്ക് എത്തുന്നത്. അപ്പം എൻ്റെ വ്ളോഗ് വീഡിയോ ഞാനിവിടെ എൻ്റെ ആയിക്കാണ്. എന്നോട് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് വ്ളോഗൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ.